ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ഒരുപാട് സങ്കടം പറയാനുണ്ട് നിങ്ങളോട്, എൻ്റെ സബ്സ്ക്രൈബറോടും ലൈക്ക് അടിക്കുന്നവരോടും എൻ്റെ വീഡിയോ നോക്കുന്നവരോടും എല്ലാവരോടും ഒരു സങ്കടം പറയാനുണ്ട്. അമ്മക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അങ്ങനെ ഞാൻ അമ്മനെ നോക്കുന്ന ഡോക്ടർക്ക് കുറച്ച് ഒരു ഭാഗത്ത് അളർന്നിട്ടുണ്ട്. അങ്ങനെ അമ്മനെ നോക്കുന്ന മംഗള ഡോക്ടർ വരാൻ പറ്റിയില്ല. അങ്ങനെ അവർ ഒരു മരുന്ന് ഇഞ്ചക്ഷന് എൻ്റെ മൊബൈലിലേക്ക് അയച്ചു. ഞാൻ മെഡിക്കലിൽ നിന്ന് വാങ്ങിയിട്ട് ലാബിൽ പോയി ഒന്ന് അമ്മക്ക് സൂചി വെച്ച് തരുന്നു. അപ്പോൾ ലാബിലത്തവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയില്ല വരാൻ. അവിടെ അടുത്ത് വെതിയെടുക്ക അടുത്തുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, പേര് പറഞ്ഞാലും മോശമല്ലേ, അതുകൊണ്ട് ഞാൻ പേര് കൊടുത്തു. വെതിയെടുക്ക ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ. അവിടെ പോയപ്പോൾ പറഞ്ഞു നമുക്ക് വരാനുള്ള ഇതില്ല, വകുപ്പില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ചികിത്സിക്കുകയോ അത് ഒന്നും ചെയ്യാറില്ല, നമുക്ക് പറ്റില്ലെന്ന്. ഞാൻ താഴ്ന്ന് കാല് പിടിക്കുന്നത് വരെ പറഞ്ഞിട്ട് സങ്കടം വന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവർ കേട്ടേയില്ല. ഞാനെന്നുവെച്ചാൽ അവരെ പേര് ഹോസ്പിറ്റലിലെ പേര് എടുത്തിന് ഞാനായിട്ട് അവരെ ഒരു സങ്കടം അവരെ സങ്കടപ്പെടുത്തുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ അവരവരെ ചെയ്തത് അവരവർക്ക് ഈശ്വരൻ കൊടുക്കും, അത്രേ ഞാൻ പറയുന്നുള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് ഞാൻ ഈ ബദിയെടുക്കാൻ കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാകുമ്പോൾ വേഗം അവർ ഡോക്ടറും സിസ്റ്ററും നല്ല ഒരു ഇതാണ്. അവർ വന്നിട്ട് അമ്മേനെ നോക്കി ഇഞ്ചക്ഷൻ കൊടുത്തു, എല്ലായിട്ട് മരുന്നും എല്ലാം തന്നിട്ട് അവർ പോയിട്ട് നമ്പർ നീ എന്തുണ്ടെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ വരും. നടക്കാൻ പറ്റാത്ത ഒരമ്മയല്ലേ, നമുക്ക് നമ്മളെ ജീവൻ രക്ഷിക്കാനാ ഉള്ളവരാണെന്ന് പറയും. എനിക്കപ്പോൾ ഒരുപാട് ആ ഡോക്ടർ ആ സിസ്റ്റർമാരെ എല്ലാം ഒരുപാട് എന്താന്ന് പറയണ്ടേ, ഒരുപാട് നമിക്കാനുള്ള ഒരു മനസ്സാണ് ഉണ്ടായത്. ഈശ്വരൻ ആ ഹോസ്പിറ്റലിൽ നല്ലൊരു ഇതായിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് വാർത്തയെല്ലാം നിന്നു, ഛർദി നിന്നു. വാർത്ത അറിഞ്ഞാൽ ഛർദിയെല്ലാം നിന്നു. അപ്പോഴേക്കും നമുക്ക് പനി വന്നപ്പോൾ ഞാൻ രാവിലെ 8 മണിക്ക് 7:30 വിളിച്ചു. അപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് പറഞ്ഞു 8:30 നിങ്ങൾ ഒന്നും കൂടി വിളിക്കുന്നു. അപ്പോൾ 8:30 വിളിച്ചിട്ടാകുമ്പോൾ ഡോക്ടറെല്ലാം റെഡി, നിങ്ങൾ ഋഷിയും കൊണ്ട് വരുന്നത്. അപ്പോൾ ഋഷിയും കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു 2 ദിവസമായി അമ്മ ഒന്നും കഴിക്കാത്തത്, കുൾഗൂസ് കയറ്റിയെങ്കിൽ നല്ലതായിരുന്നു. ഒന്നിനും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അത് തീരുമ്പോൾ ഞാൻ ഓഫാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 സിസ്റ്ററും പിന്നെ ഡോക്ടർ കാറില വന്നു. സിസ്റ്റർ ഞാനും കൂടിയിട്ട് നില്ല് മമ്മി, ഞാനും ഇത് വന്നിട്ട് ഇവിടത്തേക്ക് വന്നിട്ട് അമ്മക്ക് ഗുൾഗൂസ്, അമ്മക്ക് സ്ലോയിൽ 2 മിനിറ്റിന് ഒരു തുള്ളി വീഴുന്നതാണ്. അങ്ങനെ സ്ലോയിൽ വന്നിട്ടുണ്ട്. മരുന്ന് പനിയുടെ ഇഞ്ചക്ഷനെല്ലാം കൊടുത്തിട്ട് പനിയെല്ലാം മാറി. ഇപ്പോൾ കുറച്ച് ഗുണമുണ്ട്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഓരോ ഹോസ്പിറ്റലും നല്ല ഹോസ്പിറ്റലുണ്ട്, മോശം ഹോസ്പിറ്റലുണ്ട്, നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരും. പക്ഷേ ഹോസ്പിറ്റലിലുള്ളവർ നല്ല രീതിയിൽ പെരുമാറി നമ്മളൊരു നടക്കാൻ പറ്റാത്ത അമ്മ ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാലും കൈയും എല്ലാം പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ നമ്മൾ കൊണ്ടുപോകും? 3-ാം നിലയിലാണ്, നമ്മളെങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ അതൊന്നും ഡോക്ടർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അവർ നാളെ ഇതേ അവസ്ഥയിലെത്തും, എന്തായാലും എത്തും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളോട് എല്ലാവരും പറഞ്ഞാൽ പേര് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഓക്കെ ബൈ അമ്മ.